നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷകാലത്ത് ഏറെ പ്രാധാന്യമുള്ള ഗജകേസരി യോഗം രൂപപ്പെടുന്നതിലൂടെ ചില നക്ഷത്രക്കാർക്ക് നിലവിലെ കഷ്ടകാലത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ജീവിതത്തിൽ സവിശേഷമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുമെന്ന പ്രവചനം ശ്രദ്ധേയമാകുന്നു. വ്യാഴവും ചന്ദ്രനും ചേർന്നാണ് ഈ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത്. ഗജം എന്നാൽ ആനയെന്നും കേസരി എന്നാൽ സിംഹം എന്നുമാണ് അർത്ഥം. ആനയുടെ ശക്തിയും സിംഹത്തിന്റെ പ്രൗഢിയും ഈ യോഗമുള്ളവർക്ക് ലഭിക്കുമെന്നാണ് ജ്യോതിഷ വിശ്വാസം. ഇനി എന്താണ് ഗജകേസരി യോഗം എന്ന് നോക്കാം. ജ്യോതിഷമനുസരിച്ച് ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ, അതായത് 1, 4, 7, 10 ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ചന്ദ്രനും വ്യാഴവും ഒരേ രാശിയിൽ ബലവത്തായി നിൽക്കുമ്പോഴോ ആണ് ഗജകേസരി യോഗം രൂപപ്പെടുന്നത്. ഈ യോഗം ലഭിച്ചാൽ രാജാവിനെ പോലെ ഒരു ജീവിതം നയിക്കാൻ യോഗമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. പ്രധാന ഫലങ്ങൾ ഏതെന്ന് നോക്കാം. ഭാഗ്യം, സമ്പത്ത്, ഐശ്വര്യം, ധനപരമായ നേട്ടങ്ങൾ, സമ്പത്ത് വർധന, സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ശമനം, നേതൃഗുണം, പാണ്ഡിത്യം, പ്രശസ്തി, കാര്യപ്രാപ്തി, നേതൃപാടവം എന്നിവ വർദ്ധിക്കും. ആരോഗ്യപരമായ നേട്ടങ്ങൾ: ദീർഘായുസ്സും പൊതുവെ നല്ല ആരോഗ്യവും ലഭിക്കും. ശത്രുവിജയം: ശത്രുക്കളെ അതിജീവിക്കാനുള്ള കഴിവ് വർദ്ധിക്കും. കഷ്ടകാലം നീങ്ങി നേട്ടത്തിലേക്ക് കുതിക്കുന്ന നക്ഷത്രക്കാർ ജ്യോതിഷ സൈറ്റുകൾ നൽകുന്ന സൂചനകൾക്ക് അനുസരിച്ച് ഗജകേസരി യോഗത്തിന്റെ ഫലം മൂലം ഇനി വരുന്ന കാലയളവിൽ ജീവിതത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നേടാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ്. ചതയം നാൾ: ഈ നാളുകാർക്ക് ആരോഗ്യപരമായ സാമ്പത്തികമായും നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും. പുനർജന്മം പോലെ നല്ല കാലം വന്നു ചേരും. ചോതി: വിചാരിക്കാത്ത വിധത്തിൽ നേട്ടങ്ങളുണ്ടാക്കാനും കഠിനാധ്വാനത്തിന് അപ്രതീക്ഷിത ഫലം ലഭിക്കാനും സാധ്യതയുണ്ട്. തിരുവാതിര: ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗത്ത് വലിയ ഉയർച്ചയും പുതിയ തുടക്കങ്ങൾക്കും പറ്റിയ സമയമാണ്. കാർത്തിക: ഈ നക്ഷത്രക്കാർക്ക് ധനപരമായ കാര്യങ്ങളിൽ കുതിച്ചുചാട്ടമുണ്ടാകും. വീട്ടിലോ ജോലി സ്ഥലത്തോ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും. ഉത്രം നക്ഷത്ര ജാതക്കാർ: ഇതുവരെ അനുഭവിച്ച ദുരിതകാലത്തിന് പൂർണ്ണമായ മോചനം കിട്ടുകയും മുന്നിട്ടിറങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയവും ഐശ്വര്യവും സമാധാനവും ലഭിക്കും. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.